നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുത്തിത്തിരിപ്പ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഈ നാട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ശ്രീ മൂത്രയനാണ്. മിസ്റ്റർ മൂത്രയൻ, നമസ്കാരം. നമസ്കാരം. ചോദിക്കുകയാളുടെ മറ്റേടുത്ത ചോദ്യം. ശ്രീ മൂത്രയൻ, ഇന്നത്തെ തലമുറ ലഹരിക്കടിമയാണെന്നല്ലോ പൊതുവെ പറയപ്പെടുന്നത്. താങ്കൾക്ക് അതിലെന്താണ് പറയുന്നത്? എന്ന് താങ്കൾ മാത്രം പറഞ്ഞാൽ മതിയോ? അവർക്കൊക്കെ ഭക്ഷണം കൊടുക്ക്. അവർ ഭക്ഷണത്തിന് പകരമാണ് MDMA കഞ്ചാവും എല്ലാ കള്ളും ഒക്കെ വാരി വലിച്ച് തിന്നുന്നത്. അവർക്ക് നേരാവണ ഭക്ഷണം കൊടുത്താൽ അവരിതൊന്നും ഉപയോഗിക്കില്ല. ഈ സാധനം കൊണ്ട് മാറ്റി. അപ്പൊ ഭക്ഷണവും കഞ്ചാവും താങ്കൾ ഒരേപോലെയാണ് കാണുന്നത്? എടോ, ഞാൻ ഭക്ഷണത്തിനെയും കഞ്ചാവിനെയും ഒരേപോലെയാണ് കാണുന്നത്. കാരണം വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മകളും ചിലപ്പോൾ ഈ ദരിദ്രന്മാർക്ക് വേണ്ടിയുള്ള സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വീട്ടിൽ ആരും ഭക്ഷണം ഉണ്ടാക്കാണ്ടാവില്ല. ആ സമയത്ത് ഞാൻ എന്താ കേട്ടോ 2 പഫ് ഇടും. ആ 2 പഫ് കഞ്ചാവ് ഇടുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഭയങ്കര ഒരു സുഖമാണ്. പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ ഈ കെമിക്കൽ ഉപയോഗിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എടോ, അത് തനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാണ്. എടോ, ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ എടോ ഇത് കൊണ്ടുപോടോ. എടോ, ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെള്ളം H2O കെമിക്കൽ അല്ലേ? ആ കെമിക്കൽ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? മദ്യത്തിന്റെ കൂടെ വെള്ളം ചേരുമ്പോഴാണ് നമുക്ക് മപ്പാവുന്നത്. അത് തനിക്കറിയോ? അതിന് ആദ്യം വിവരവും വിദ്യാഭ്യാസം വേണം. താൻ എന്നോട് ചർച്ചയ്ക്ക് വന്നിട്ട് കാര്യമില്ല. താൻ ആദ്യം വിവരവും വിദ്യാഭ്യാസം ഉണ്ടാക്കി വാ. വ്യക്തമായില്ല. എടോ, തനിക്ക് മനസ്സിലാവില്ല. കാരണം തനിക്ക് മനസ്സിലാക്കണമെങ്കിൽ തനിക്ക് ബുദ്ധി വേണം. തനിക്ക് എൻ്റെ അത്ര ബുദ്ധിയില്ല. താൻ എന്നോട് മത്സരിക്കാനോ സംസാരിക്കാനോ ആയിട്ടില്ല. അതൊക്കെ പോട്ടെ. സാർ നമ്മുടെ മുൻ പ്രസിഡന്റിനെ ഇപ്പോൾ അപമാനിച്ചെന്ന് കേട്ടല്ലോ, അതൊക്കെ മോശമല്ലേ സാറേ? എന്ത് അപമാനിച്ചു എന്നാണോ താൻ കേട്ടത്? രാജ്യത്തിന് വേണ്ടി 4 മിസൈൽ ഉണ്ടാക്കിയ എല്ലാം ആയി എന്നാണോ താൻ വിചാരിച്ചത്? ശുദ്ധ മണ്ടത്തരം. സാറേ, അപ്പോൾ ശത്രുരാജ്യങ്ങളിൽ നിന്ന് മിസൈൽ അയക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞെന്ന് മുണ്ടു നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്കും പ്രതിരോധിക്കണ്ടേ? ശുദ്ധ മണ്ടത്തരം. ശുദ്ധ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം. അയൽ രാജ്യത്തു നിന്നേ മിസൈൽ വിടുന്ന സമയത്ത് നമ്മളിവിടെ ഇരുത്തി 2 കഞ്ചാവ് വലിച്ചാൽ മതി. ഈ കഞ്ചാവിന്റെ മണം അടിച്ച് അവർ അപ്പം തന്നെ ബോധം കെടും. ബോധം കെടുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആനമയക്കി കൊടുത്ത് അവരെ പിന്നെയും ബോധം കെടുത്തുക. എന്നിട്ട് അവരുടെ അണ്ണാക്കിലേക്ക് നാടൻ കുറുക്കിയ വാറ്റൊഴിച്ച് കൊടുക്കുക. അപ്പം തന്നെ അവർ നമ്മൾ അടിമകളാവും. ഒറ്റ മിസൈൽ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലാ ശത്രുരാജ്യത്തിനെയും അടിമകളാക്കാം. ഉണ്ടാക്കിയ സമയത്ത് മിസൈൽ അയച്ചാൽ മതി.